ഗൈസ്, ഇത് നമ്മൾ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ കയറിയൊരു പീടിയാണ്. ഇവിടെ തക്കാളി കറി പോലത്തെ ഒരു എഗ് വെല്ലം ഇട്ടിട്ടുള്ളൊരു കറിയും പിന്നെ ഒരു ഫുഡുമാണ് നമ്മൾ ഓർഡർ ചെയ്തിട്ടുണ്ട്. എന്താണെന്നറിയില്ല. കട്ടൻ ചായയാണ് ഇവിടെ നമ്മളിപ്പോൾ കുടിക്കുന്നത്. മനസ്സുമായി ഇളക്കുന്ന ഇവിടുത്തെ പഞ്ചസാരയാണ് കേട്ടോ. അതാ അതേപോലെ കട്ടൻ ചായയിൽ നമുക്കിന്ന് ബ്രേക്ക്ഫാസ്റ്റ് കിട്ടിയത് ഒരു അണ്ടാപുർജി പോലത്തെ ഒരു സംഗതിയും അതേപോലെ റൊട്ടിയും സുലൈമാനും. ഇറാനിൽ മസൂൽ എന്ന് പറയുന്ന സ്ഥലത്താണ്. ഞാൻ നേരത്തെ പറഞ്ഞ ഊട്ടി വന്ന സ്ഥലം. തക്കാളിക്കറി എന്ന് പറയാം. ഹായ് ചങ്കളെ, നിസ്സാർ ഫ്രം വയനാടും സുധീർ ചാവക്കാടും വന്നു. ഞങ്ങളിപ്പോൾ ഉള്ളത് ഇറാനിൽ മസൂല എന്ന് പറയുന്ന സ്ഥലത്താണ്. ശരിക്കും നമ്മളെ നാട്ടിൽ തമിഴ്നാട്ടിലുള്ള ഊട്ടിയില്ലേ, അതിനേക്കാളും അപ്പുറം ഒരു സ്ഥലത്ത് തണുപ്പ്, കോട, മഞ്ഞ്. ഒരു 10 മിനിറ്റ് മഞ്ഞുണ്ടാവില്ല, കോടയുണ്ടാവില്ല, വീണ്ടും മഞ്ഞ് വരും, കോട വരും. അല്ല സുധീർ ഭായി? അതേപോലത്തെ ഒരു സ്ഥലത്താണ്. കിടില തണുപ്പ്, ഭയങ്കരമായിട്ട് കാണേണ്ട ഒരു സ്ഥലമാണ്. എങ്കിലും ഇറാനിൽ ഇങ്ങനെ ഒരു സ്ഥലം എന്ന് പറയുമ്പോൾ നമ്മളെ സംബന്ധിച്ചൊരു അത്ഭുതം. കാരണം അല്ലേ, ശരിയല്ലേ, ഭയങ്കരമായിട്ട് സ്ഥലം. അപ്പൊ എന്ത് ചെയ്യാ, നിങ്ങള് ഇഷാൻ എഡ്സിനെ കൂടെ കൂട്ടുക, വീഡിയോ ഫോളോ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഓക്കെ, അന്നാ കിട്ടിയല്ലേ മഞ്ഞ്. നമ്മളെ നാട്ടിലെ ഊട്ടിയില്ലേ, അതേ സെയിം സ്ഥലം മഞ്ഞാണ് ഈ കാണുന്നത് കേട്ടോ. ഭയങ്കരമായ മഞ്ഞും കോടയും. സെയിം നമ്മളെ നാട്ടിലെ ഊട്ടി, ഇറാനിലെ ഊട്ടി എന്ന് വിശേഷിപ്പിക്കാം. സുധീർ ചാവക്കാട് വീഡിയോന് ഫോസ് ചെയ്തിട്ട് അവിടെ അല്ല ഈ പച്ചപ്പിന്റെ ഇടയിൽ ഒരു ടർഫുണ്ട് കേട്ടോ. ഇവിടുത്തെ പിള്ളേർ കളിക്കാൻ ഇതൊരു ടർഫാണ് കാണും. ഈ മലയുടെ താഴ്വാരയിൽ ഒരു ടർഫ്. നമ്മൾ തുടങ്ങിയിട്ടില്ല. അതെ, നമ്മളവിടെ എത്തിയിട്ടില്ല. നമ്മര് തീരുന്നോണം. ഇത് നമ്മളെ ബൈക്കുമ്മേൽ വരുന്ന മാഫു ചങ്ക് ബ്രോ രാവിലെ എല്ലാ ദിവസവും എണീച്ചിട്ട് എക്സസൈസ് ചെയ്യും. നമ്മളെ കൊണ്ടൊന്നും പറ്റില്ല. ഓക്കെ, ബൈക്ക് റൈഡർ. ഇത് നമ്മളെ പിന്നെ നാട്ടിൽ കിട്ടുന്ന ഒരു ആയുർവേദിക് പോലത്തെ ഒരു സംഗതി. എന്തൊക്കെ പൂക്കൾ ഇതൊക്കെയാണ്. ഇതൊരു പച്ചമരുന്ന് കട പോലത്തെ ഒരു കട. അങ്ങനത്തെ സാധനം കിട്ടുന്ന വെള്ളം തിളപ്പിച്ച് കുടിക്കാനും അതിനൊക്കെ കിട്ടുന്ന ഒരു സംഗതിയാണ്. ഇതൊന്നും പേരറിയില്ല. ഇത് ഇവിടെ കണ്ടൊരു അലുവയാണ്. നമ്മളെ റബ്ബർ ഷീറ്റൊക്കെ മാതിരി അലുവ പീടിയാണിത്. ഇത് അലുവയാണ് ഇവിടുത്തെ. ഇതൊക്കെ നല്ല നല്ല സാധനങ്ങളാട്ടോ. ഇതിൻ്റെയൊക്കെ കായകളൊക്കെ. പിന്നെ ഇത് അഞ്ചീറാണിത്. ഇതൊരു ചെറി പോലത്തെ സാധനം. ഇത് അലുവ. ഇത് നടപ്പാതാൻ്റെ ഇരുവശങ്ങളിലും കച്ചവടക്കാരാണ്. എന്തൊക്കെ കച്ചവടം എന്ന് വെച്ചാൽ രണ്ട് സൈഡിലും പല സംഗതികളും. അതായത് നമ്മളെ നാട്ടിൽ ഈ ഒരു മണിയുണ്ടല്ലതാ, ഇതേപോലത്തെ എന്തിന് ഉപയോഗിക്കാനല്ല, ഫുള്ള് ഷോപ്പുകളാണ് രണ്ട് സൈഡിലും. ബാഗ്, നടപ്പാതയുടെ ഇരുവശവും പല സൈസ് ബിസിനസ്സുകാരുണ്ട്. പിന്നെ ഒരുപാട് നമ്മളെ പിന്നെ ഫ്ലവറുകൾ വിൽക്കുന്ന ഷോപ്പുകളുണ്ട്. എല്ലാ ഷോപ്പുകളും എല്ലാ സാധനം എന്ത് ചെയ്യും ഇവിടെ കിട്ടും. പിന്നെ ലൈസ് എല്ലാ സംഗതികളും ഇവിടെ ഉണ്ട് കേട്ടോ.
ഒരു ചെറിയൊരു മിനി സൂപ്പർ മാർക്കറ്റ് നമ്മളെ നാട്ടിലൊക്കെ പോലെ. കയറ്റം കയറി നടന്ന് കുഴങ്ങിയതിന് ശേഷം വെള്ളം കുടിക്കാണ്. വെളുത്തുള്ളി എന്താ ഉപ്പിലിട്ടേക്കണത്? വെളുത്തുള്ളി എനിക്ക് തോന്നുന്നു തേനായിരിക്കാം. മനസ്സുമായി തണുത്തിട്ട് ശരീരത്തിലേക്ക് വീണ്ടും തണുത്തു. യെസ്, സുധീർ ചാവക്കാട്. ചങ്ങായി കുത്തിൻ്റെ ഇതാ അലീസ പോലത്തെ ഒരു സംഭവം ഉണ്ടാക്കിയത്. നമ്മളെ നാട്ടിലെ കുമ്മിട്ടിപ്പീടിയ പോലത്തെ വെളുത്തുള്ളി പിന്നെ തേന തോന്നും. ഇത് ഒരു സൈസ് പയറ്, പിന്നെ ഒരു നൂഡിൽസും, പിന്നെ ഒരു കട പോലത്തെ ഒരു കായ്, പിന്നെ നമ്മളെ നാട്ടിൽ കാണുന്ന അലീസ എന്ന് പറയുന്ന പോലത്തെ ഒരു സാധനം. ഇതെന്താ അറിയില്ല, ഇതൊന്നുമില്ല. ഇത് ഇറാനി കബാബാണ് കേട്ടോ. കബാബ് എന്ന് പറഞ്ഞാൽ നമ്മളെ നാട്ടിൽ പറയുന്നത് എണ്ണയിലിട്ട് പൊരിക്കുന്ന 65 പറയും കബാബ് എന്ന്. ഇതാണ് ഇറാനി കബാബ്, ഒറിജിനൽ ഇറാനി കബാബ്. ഇത് ഭയങ്കര ടേസ്റ്റാട്ടോ കഴിക്കാൻ. നമ്മൾ ഇപ്പോൾ വന്നേരം ഏകദേശം ചിക്കനും മട്ടനും ഇങ്ങനത്തെ കബാബ് തന്നെ ഇവിടെ ഉള്ളൂ. പക്ഷെ ഭയങ്കര ടേസ്റ്റി ഫുഡാണ്. നമ്മളെ നാട്ടിലെ പോലെ ഒരുപാട് സ്പൈസി മസാല അങ്ങനത്തെ ഒന്നുമില്ല. ഇത് ഞാൻ നേരത്തെ പറഞ്ഞ ഇറാനിലെ ഊട്ടി എന്ന് വിശേഷിപ്പിക്കുന്ന സ്ഥലത്തുള്ള മലവെള്ളം ചാട്ടാണ് കാണുന്നത്. ഓക്കെ, ഇഷാൻ നട്സിൻ്റെ ഇൻസ്റ്റാഗ്രാമും യൂട്യൂബും ഫോളോ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഡെയിലി വീഡിയോ അപ്ഡേറ്റ് ആകുന്നതാണ്. അഥവാ ഇറാനിലെ ഊട്ടി എന്നറിയപ്പെടുന്ന സ്ഥലമാണ് കേട്ടോ ഇത്. ഭയങ്കരമായിട്ടുള്ള കോട, മഞ്ഞ്, ഭയങ്കരമായിട്ടുള്ള കേട്ടോ. ഇതാ 2-3 ഇവര് ഏത് രാജ്യക്കാരാന്നറിയില്ല. കാട് സൈഡിൽ കൂടെ ഞങ്ങളും ഇങ്ങനെ നടക്കുകയാണ്. ഇപ്പം നമ്മളിവിടുന്ന് ഇവരുടെ പേരെന്തായിരിക്കും, മസൂല എന്ന് പറയുന്ന സ്ഥലത്ത് ഒരു മലയാളിനെ പരിചയപ്പെട്ടാണ്. ഒറ്റയ്ക്ക് യാത്ര ചെയ്യുന്ന ആള്. അതായത് ഫ്ലൈറ്റിലും ബസ്സിലും കാറിലും ആയിട്ട് യാത്ര ചെയ്ത് ഇവിടുന്ന് നമ്മൾ പരിചയപ്പെടാൻ സാധിച്ച്. എവിടെ? മലപ്പുറം എവിടെയാ? മഞ്ചേരി. പേര് ഹാഫിസ്. പിന്നെ ദുബൈയിലാണോ ജോലി? ഇവിടെ വന്നിട്ട് എത്രയായി? ഇവിടെ വന്നിട്ട് ഇവിടെ ഒരു 11 ദിവസം ഉണ്ടാവും. നോർത്ത് ഇറാനിൽ മാത്രം. ആ, ഒറ്റയ്ക്ക് യാത്ര ചെയ്യാം. ഇത് ഭയങ്കര എൻജോയ് ചെയ്യാം. അടിപൊളി. ഞാൻ ഒന്നാമത് ഇറാന് ഒരുപാട് മുന്നേ പ്ലാൻ ചെയ്യും. ഇറാനി മൂവീസ് കാണലോട്ട് ചെയ്യുന്നത് അതേ മുന്നേ 5 വർഷം മുന്നേ. അന്ന് ദുബായിൽ നിന്ന് ഒരുപാട് പേര് പരിചയപ്പെട്ടു. ദുബായിൽ നിന്ന് പരിചയപ്പെട്ട ഡോക്ടറുടെ വീട്ടിലാണ് ഞാൻ മൂവീസ് ഉണ്ടായിരുന്നത്, സാരിയിൽ. മലവെള്ളമാണ്. ഇതാണ് ഇവിടുത്തെ കുടിവെള്ളം. ഇത് മലയിൽ നിന്ന് പൈപ്പ് വഴി ചാടിയിട്ട് ഈ ഒരു പാത്രത്തിലേക്ക് വരും. ഇതിൽ നിന്ന് മുക്കിക്കൊണ്ട് പോകാം. അടിപൊളി വെള്ളം കേട്ടോ. നല്ല റോസ് വാട്ടർ, പനിനീരൊക്കെ പോലത്തെ വെള്ളം കേട്ടോ. നമ്മളിപ്പോൾ ഇവിടെ നിന്ന് ഇറങ്ങാൻ നോക്കുകയാണെങ്കിൽ ഇവിടുത്തെ കുറച്ച് വെള്ളവും കുടിച്ച് ഇവിടെ ഇറാൻ്റെ ചെറിയൊരു ഭാഗം കേട്ടോ ഇത്. ശരിക്കും നമ്മളെ കേരളം വയനാടെല്ലാം പോലെ ഭയങ്കര എന്താ പറയുക തണുപ്പും കോടയും മഞ്ഞലുള്ളൊരു സ്ഥലം. അപ്പോൾ ഇവിടുന്ന് ഒരു കുപ്പി വെള്ളവും കുടിച്ച് അൽഹംദുലില്ലാ ഇറങ്ങാണ്. വണ്ടീൻ്റെ അടുത്തേക്ക് പോവാണ്. ഇനി ബാക്കിയുള്ള വിശേഷങ്ങൾ വീഡിയോ ആയിട്ട് കാണാം. ഇത് താഴെ കാണുന്നൊരു കാഴ്ച കേട്ടോ. നമ്മളെ വണ്ടിയൊക്കെ ഉള്ള സ്ഥലത്ത് ആണ് വണ്ടിയും കാര്യങ്ങളൊക്കെ ഉള്ള. ഇവിടുത്തെ ഒരു കലാകാരനാണ്. ഇവിടെ കണ്ടൊരു കലാകാരനാണ് കേട്ടോ ഇത്. അല്ലട അപ്പൊ കൈക്ക് ഇങ്ങനെ പിടിച്ചിരിക്കുന്നത് പുറത്ത് അപ്പം മര്യാദ പിടിക്കണ്ടേ അപ്പം കൈ അതൊക്കെ ഹായ് ഗേസ്, നിസ്സാർ ഫ്രം വയനാടാണേ. എനിക്ക് ഇറാനിൽ വന്നപ്പോൾ ഇറാനെ കുറിച്ച് 2 വാക്ക് സംസാരിക്കണം തോന്നി. കാരണം നമ്മൾ സോഷ്യൽ മീഡിയ കാണുന്ന ഇറാനിൽ ബോംബ് പൊട്ടി മറ്റേയാക്കി മറിച്ചാക്കി എന്നെല്ലാം മാധ്യമങ്ങളിൽ സോഷ്യൽ മീഡിയ കാണുന്നില്ല. ആ ഇറാനല്ല കേട്ടോ ഇത് വന്ന് ഞാൻ പറയാൻ പോലെ അനുഭവിച്ചാക്കേ പറയാൻ പറ്റുള്ളൂ. ഇവിടുത്തെ മനുഷ്യ സ്നേഹികൾ എന്ന് പറഞ്ഞാൽ അതിന് വാക്കുകളില്ല പറയാൻ. കാരണം ഞങ്ങൾ റെസ്റ്റ് ചെയ്യുന്ന സമയത്ത്, പിന്നെ ഒരു ചായ കുടിക്കാനോ അല്ല ഒരു 10 മിനിറ്റ് റെസ്റ്റ് ചെയ്യുന്ന സമയത്ത് പല ഫാമിലിയും വന്നിട്ട് ഞങ്ങളെ വീട്ടിൽ താമസിക്കാം. നമുക്ക് പോകണമെന്ന് ആഗ്രഹമുണ്ട്. പക്ഷേ ഞങ്ങൾ 9 ആളുണ്ട്. അപ്പോൾ അവർ ചിലപ്പോൾ നമ്മളൊരു വണ്ടിയായിരിക്കും ഫസ്റ്റ് കണ്ടിട്ടുണ്ടാകുക.
അപ്പോൾ അതുകൊണ്ട് നമ്മൾ എവിടെയും പോയിട്ടില്ല. എങ്കിലും നമുക്ക് താമസിക്കാനൊക്കെ ഫാമിലി വില്ലകളും കാര്യങ്ങളൊക്കെ റെഡിയാക്കി തന്നിട്ടുണ്ട്. നമ്മൾ താമസിച്ചിട്ടുണ്ട്, അവരെ ഫുഡും കഴിച്ചിട്ടുണ്ട്. പക്ഷെ ഭയങ്കര മനുഷ്യ സ്നേഹമാണ്. ഇറാൻ സൂപ്പർ. ഇറാനെ കുറിച്ച് പറയാൻ വാക്കുകളില്ല. ഓക്കെ, അയാളെ കണ്ട ഷട്ടറും തൊപ്പിയൊക്കെ ഇട്ടിട്ട് ഭയങ്കര തണുപ്പാട്ടോ. നമ്മളിപ്പോൾ ഉള്ളത് ഇറാനിലെ അഥവാ ഊട്ടി എന്ന് അറിയപ്പെടുന്ന സ്ഥലത്താണ്. ഇവിടെ നമ്മളെ നാട്ടിലുള്ള അതേ കോട, അതേ മഞ്ഞ്, അതിലും കൂടുതൽ ഭയങ്കര തണുപ്പാണ്. ഈ ഷട്ടറും ഈ തൊപ്പിയൊന്നും ഇട്ടിട്ട് തണുപ്പൊന്നും ചെയ്യില്ല, സഹിക്കാൻ പറ്റുന്നില്ല. ഭയങ്കര എക്സൈറ്റ്മെൻ്റാണ് ഇവിടെ വന്നു കഴിഞ്ഞാൽ. കാരണം മഞ്ഞ്, അതേപോലെ കോട, ഭയങ്കര എന്താ പറയുക, ഞാൻ എനിക്ക് ഊട്ടി പോയിട്ട് ഇങ്ങനൊരു ആസ്വാദനം ചെയ്തിട്ടില്ല, കിട്ടിയിട്ടില്ല. ഭയങ്കര രസമുണ്ട് കേട്ടോ. ഓക്കെ, ഇറാനിലെ ഊട്ടി എന്ന് വിശേഷിപ്പിക്കുന്ന സ്ഥലത്തുനിന്ന് ഇറങ്ങാൻ നോക്കുകയാണ്. അടുത്ത ബോർഡറിലേക്കാണ് പോകാൻ നിൽക്കുന്നത്. ഇവിടെ നിന്ന് ഏകദേശം ഒരു 1400 കിലോമീറ്ററോളുണ്ട്. അപ്പോൾ ഒന്ന് റൂം പോവുക, ഫ്രഷ് ആകുക, പോവുക. ഓക്കെ, അപ്പോൾ ഇഷാനട്സിൻ്റെ ഇൻസ്റ്റാഗ്രാമും യൂട്യൂബും ഫോളോ ചെയ്യുക. ഡെയിലി വീഡിയോ അപ്ഡേറ്റ് ആവുന്നതാണ്. ഓക്കെ, കൺട്രി Dollars? Yes, 10 country. Oh, 10 country. Yes. UAE, Iran, Yes. Uzbekistan, Yes. Turkmenistan. Yes. Welcome to my country. Welcome to my Okay. city. Thank you. Thank you, bro. Thank you. أخذ بيجش. وبزر انت بيش Not English? No? Not English. Not English? Yo. Okay, bye bye. بس لما فيلم ايش بيقولوا انت عليك يو فيلم ويقرا മസൂലയിൽ വന്നപ്പോൾ ഈ ഊട്ടി എന്ന് പറഞ്ഞ സ്ഥലം ഉണ്ടല്ലോ, അതുപോലത്തെ അവിടെ വന്നപ്പോൾ കണ്ടൊരു ഫാമിലിയാണ്. ഇയാൾ എഞ്ചിനീയറാണ്, സിസ്റ്റർ എഞ്ചിനീയറാണ്. പിന്നെ അവര് my work engineer. യെസ്. ഓക്കെ, ഗുഡ് ഫാമിലി. ഓക്കെ, Family. My sister, my bro. യെസ്. ഓക്കെ, താങ്ക് യു വെരി മച്ച്. Thank you so much. Welcome to my country. യെസ്. Very good. ഹായ് ചങ്കളെ, നിസാർ ഫ്രം വയനാടും സുധീർ ചാവക്കാടും. ഞങ്ങൾ മസൂല എന്ന് പറയുന്ന സ്ഥലത്ത് ഇറങ്ങി. ഇനി യാത്ര റാംസ എന്ന് പറയുന്ന സ്ഥലത്തേക്കാണ്. ഇവിടുന്ന് ഏകദേശം ഒരു 3 hours. ഇനി അവിടുത്തെ വിശേഷങ്ങളും കഥകളും പറയാം. ഓക്കെ, നമ്മുടെ ഇഷാനട്സ് ഇൻസ്റ്റാഗ്രാമും യൂട്യൂബും ഫോളോ ചെയ്യുക. എല്ലാ വീഡിയോകളും വെറൈറ്റി വീഡിയോകൾ അപ്ഡേറ്റ് ആവുന്നതാണ്. ഓക്കെ, ബൈ ബൈ. ഇത് നിങ്ങൾക്ക് പറഞ്ഞാൽ വിശ്വാസമാവില്ല. ഇത് ഇറാനിലുള്ളൊരു വയൽ, അതായത് നെൽപ്പാടാട്ടെ കാണുന്നത്. ശരിക്കും നമ്മുടെ നാട് ഫീൽ ചെയ്യുന്നു. നാട് മാറിയിരിക്കണം അത്ര കാഴ്ചയത്. കാരണം ഇപ്പോൾ നമ്മുടെ നാട്ടിൽ നെൽപ്പാടം കുറവല്ലേ, ഇറാനിലൊരു നെൽപ്പാടാണ് ഈ കാണുന്നത് കേട്ടോ. കുന്നുകളും മലകളും. ഞാനിവിടെ വണ്ടി ഇങ്ങനെ നിർത്തിയിട്ട് എടുക്കുന്നതാണ് കേട്ടോ. ഇതാ റോഡിൻ്റെ അപ്പുറം ഇപ്പുറവും നെൽപ്പാടം. ഭയങ്കര കാണായത് കേട്ടോ. നമ്മളെ നാട്ടിലൊന്നും ഇപ്പം നെൽപ്പാടം ഇല്ല. നമ്മളിന്ന് UAE ടു ഇന്ത്യയിലെ ഞങ്ങൾക്കിന്ന് താമസ സൗകര്യം കിട്ടിയ വീടാണിത്. അടിപൊളി വീടാണ്. ശരിക്കും നമ്മളൊക്കെ വീട് പോലെ തന്നെ ഒരു ഫാമിലിയാണ്. ഫാമിലി മേലെ താമസിക്കുന്നു, അടിയിൽ അവർ റെൻ്റ് ഔട്ട് ചെയ്യുന്നു. ഓക്കെ, നമ്മൾ കയറി ചെല്ലുന്ന ഹാളാണിത്. പിന്നെ നമ്മൾ 9 ആളുകളുണ്ട്. 3 റൂമുള്ള പിന്നെ റിസോർട്ടാണ് എടുത്തത്. പിന്നെ കിച്ചണും കാര്യങ്ങളും നമുക്ക് ഫുഡ് ഉണ്ടാക്കാനുള്ള സൗകര്യങ്ങളൊക്കെ ഇവർ ചെയ്തിട്ടുണ്ട്. കാരണം നമുക്ക് രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് ഇവിടുന്ന് ഉണ്ടാക്കിയിട്ട് കഴിച്ചിട്ട് വേണം ഇവിടുന്ന് യാത്ര തുടരാൻ. ഏകദേശം ഒരു 10 മണിയാകുമ്പോൾ എന്ത് ചെയ്യണം, ഇവിടുന്ന് വിടണം എന്നാണ് ഉദ്ദേശിക്കുന്നത്. ഇപ്പോൾ ഇവിടെ സമയം 12:30 മണിയായി. ഓക്കെ ഗേസ്,